പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. ഇന്നലെ രാത്രിയാണ് DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ബോംബ് ഭീഷണി വന്നത്. വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ഏറെ നാളായി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും ബോംബ് ഭീഷണികൾ സംസ്ഥാനത്തെങ്ങും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ സംസ്ഥാനത്ത് ഉയർന്നു കേട്ടിരുന്നു. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണം നടന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് രാജ്യത്ത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലം കണക്കിലെടുത്ത് കൃത്യമായ സുരക്ഷകളൊക്കെ നടത്തിയിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊരു ഭീഷണി രാത്രിയോടെ DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് വന്നിരിക്കുന്നത്. എത്തരത്തിലാണ്, അല്ലെങ്കിൽ അതൊരു വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നുള്ളതൊക്കെയാണ് ഇനി വ്യക്തത വരാനുള്ളത്. അധികൃതർ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. രേണുക രാജേന്ദ്രൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നിരിക്കുന്നത്. രാത്രിയോടെ DIGയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ഭീകരാക്രമണ പശ്ചാത്തലവുമൊക്കെ കണക്കിലെടുത്ത് കൃത്യമായ നടപടികളൊക്കെ സുരക്ഷാ അധികൃതരടക്കം സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പരിശോധനകളും കൃത്യമായി നടത്തി വരികയാണ്. നടപടികൾ എത്തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേരും. അതിനുശേഷം കൃത്യമായ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാൻ സാധിക്കും. എത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്, എത്തരത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്, പരിശോധന പൂർത്തിയായോ, അതൊരു വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നുള്ളതൊക്കെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. രാത്രിയോടെ DIGയുടെ ഔദ്യോഗിക മെയിലിൽ വന്ന ബോംബ് ഭീഷണിക്കാണ് ഇപ്പോൾ വ്യക്തത തേടി അധികൃതർ പരിശോധന നടത്തുന്നത്. ബോംബ് ഭീഷണി നേരിട്ടിരിക്കുന്നു. രേണുക രാജേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. രേണുക, എങ്ങനെയാണ് ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണോ അതോ അതിനനുസരിച്ച് കൃത്യമായി പരിശോധനകൾ നടക്കുന്നുണ്ടോ? പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? പരിശോധന കഴിഞ്ഞോ? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ കാളിദാസൻ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു വ്യാജ വാർത്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇതൊരു വ്യാജ ബോംബ് ഭീഷണി എന്നൊരു കാര്യത്തിലൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രിയോടെയാണ്
ഇങ്ങനെ ഒരു സന്ദേശം ലഭിക്കുന്നത്. DIGയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഇങ്ങനൊരു സന്ദേശം ലഭിക്കുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി എന്നൊരു ബോംബ് ഉണ്ട്, അല്ലെങ്കിൽ ബോംബ് ഭീഷണി എന്നുള്ള രീതിയിൽ ഒരു സന്ദേശം ലഭിക്കുന്നത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുമെല്ലാം ഇത്തരം സമാനമായ രീതിയിൽ ഒരു വ്യാജ വാർത്തകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇതൊരു വ്യാജ വാർത്തയാണോ എന്നൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും കർശനമായ ഒരു ഗൗരവമേറിയ ഒരു പരിശോധന തന്നെയാണ് നിലവിൽ നടത്തുന്നത്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന എല്ലാവരെയും അതോടൊപ്പം തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന വാഹനങ്ങളിൽ അടക്കമെല്ലാം ബോംബ് സ്ക്വാഡിന്റെ ഒരു പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. എന്തായാലും ഹിസ്ബുൾ മുജാഹിദിന്റെ പേരിലാണ് ഭീഷണി സന്ദേശം ഇപ്പോൾ DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ സമാനമായ രീതിയിൽ ഒരു വ്യാജ വാർത്ത വന്നിരുന്നു. എന്തായാലും ഭീഷണി ഉണ്ടാകുന്ന രീതിയിലോ സംശയിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ നിലവിൽ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പരിസരത്ത് നിന്നും അതിന്റെ ഉള്ളിലോ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും SFIയും പുറത്ത് പോലീസും ബോംബ് സ്ക്വാഡും എല്ലാം പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 24 മണിക്കൂർ അതിശക്തമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്തും. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ശക്തമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ സംശയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇല്ലെന്നാണ് വിമാനത്താവളത്തിലെ അധികൃതരും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കാളിദാസൻ, ശരി, വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ അധികൃതർ പരിശോധന തുടരുകയാണ്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.